നമസ്കാരം. ഇലക്ഷൻ 2026 കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെല്ലുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്കാണ്. ഏകദേശം 12 നിയോജക മണ്ഡലങ്ങൾ ചേരുന്ന പാലക്കാട് ജില്ലയിലേക്ക്. ഒറ്റപ്പാലം, ഷൊർണൂർ, ചിറ്റൂർ, പട്ടാമ്പി, ആലത്തൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല, നെന്മാറ, മലമ്പുഴ അടങ്ങുന്ന പാലക്കാട് ജില്ല. ആ പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇന്ന് അതിൻ്റെ ഒരു വിശകലനമായിട്ട് നമ്മൾ സാദിഖ് സാർ നമ്മളൊപ്പം ഉണ്ട്. സാദിഖ് സാർ, എങ്ങനെയാണ് നമുക്ക് പാലക്കാടിനെ നോക്കി കാണാൻ കഴിയുന്നത്? പാലക്കാട് എങ്ങനെയായിരിക്കും? പാലക്കാട് ഒരു കാലഘട്ടത്തിൽ തമിഴ്നാടിൻ്റെതായിട്ട് പിന്നെ നമ്മൾക്ക് കിട്ടിയ ജില്ലയാണ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ CPM-ന് ഒരു അപ്രമാദിത്യമുള്ള ഒരു ജില്ലയായിട്ടും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പല മുഖ്യമന്ത്രിമാരും VS ഉൾപ്പെടെ ഉള്ളവരൊക്കെ പാലക്കാടിനെ പ്രതികരിച്ചവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരോടായിരിക്കും ഒരു ആഭിമുഖ്യം എന്നുള്ളൊരു ചിന്തയുണ്ട്. നിലവിൽ അവിടെ 2 MLA-മാർ മാത്രമേ UDF-നുള്ളൂ. അത് പാലക്കാട് ഉണ്ടായിരുന്ന ആദ്യം ഷാഫി പറമ്പിലും പിന്നീട് അത് മാങ്കൂട്ടം ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചു വന്നു. പിന്നെ മുസ്ലിം ലീഗിന്റെ ഷംസുദ്ദീൻ, ഈ 2 പേരേ ഉള്ളൂ മണ്ണാർക്കാട്. ബാക്കി 10 LDF-ന്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ അവിടെ കാര്യമായ മാറ്റങ്ങൾ പാലക്കാട് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതിന് പല കാര്യങ്ങളുണ്ട്. CPM-ലുള്ള പ്രശ്നങ്ങളും എല്ലാം അതിന് വളക്കൂർ ഉണ്ടാകും എന്ന് മാത്രമല്ല, VS-ന്റെ സന്തത സഹചാരിയായിരുന്ന A സുരേഷ് കോൺഗ്രസ് ആയിരിക്കുന്നു. അതുപോലെ PK ശശി, ഇവരൊക്കെ CPM വിട്ട വലിയൊരു വിഭാഗം പാലക്കാട്ട് ഉണ്ട്. നമുക്ക് ഓരോ മണ്ഡലമായിട്ട് പോയാൽ ഒറ്റപ്പാലത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒറ്റപ്പാലത്താണ് നമ്മുടെ വിവാദ പുരുഷനായി വർഷങ്ങളായി നിലനിൽക്കുന്ന PK ശശി. അതൊരു വിസ്മയമാണ്. ഈ വിസ്മയങ്ങളിൽ അതിൽ തന്നെ ഒരു വിസ്മയമാണ്. അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത്. വലിയ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞാലും വലിയ കോൺട്രവേഴ്സി ഉള്ള സ്ഥലമാണ് ഒറ്റപ്പാലവും. ഒപ്പം തന്നെ PK ശശി. അതെ, അതിനെ നിങ്ങൾ പിന്താങ്ങുന്നു എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ UDF പിന്താങ്ങുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു പ്രതിസന്ധി ഉള്ളത്. അതിനകത്ത് അതൊക്കെ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഒറ്റപ്പാലത്തിന്റെ ഒരു ചിത്രം അതെന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ രാഷ്ട്രീയത്തിൽ എന്നും ഒരേ നിലപാട് വേണം, സത്യസന്ധത വേണം, കരണം മറിയാനോ യൂട്ടേൺ അടിക്കാനോ പാടില്ല എന്നൊക്കെയുള്ള ഗാന്ധിയൻ ആശയങ്ങളിൽ അങ്ങ് അമിതമായി വിശ്വസിക്കുമ്പോഴാണ് ഇരുമ്പൊലൊക്കെ അല്ല ഈ പറയുന്ന. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഈ ജയിച്ചു വരുന്ന BJP-യോ CPM-ഓ ഒക്കെ കാണിക്കുന്ന നിലപാടുകൾക്ക് ജനപിന്തുണ കിട്ടുമ്പോൾ അതിനാണോ പ്രസക്തി എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മൂല്യങ്ങൾക്ക് എന്നും അർത്ഥമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മൂല്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ മൂല്യങ്ങൾക്ക് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ശരിയായിരിക്കും. ആ അർത്ഥത്തിൽ 100% ആശയപരമായി ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ രാഷ്ട്രീയപരമായി എല്ലാം ശരിയാണ്. അപ്പൊ അവിടെ PK ശശിക്ക് ഒരു സാധ്യത വേണ്ടി വന്നാൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഒറ്റപ്പാലത്ത് PK ശശിക്ക് ഒരു സാധ്യത കാണുന്നു. അദ്ദേഹത്തിന് UDF എന്നുള്ള നിലയിലല്ല, UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്രൻ എന്ന മട്ടിൽ കണ്ടാൽ മതി. അപ്പൊ ആ സീറ്റ് അങ്ങനെ വരുമ്പോൾ അത് LDF-ന് നഷ്ടപ്പെടും എന്നുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. രണ്ടാമത്തെ മണ്ഡലമാണ് ഷൊർണൂർ. ഷൊർണൂരിൽ ഇപ്പോഴത്തെ MLA-യും ഒപ്പം മത്സരിക്കുന്നത് UDF-ന്റെ ഹരിഗോവിന്ദൻ. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് സീറ്റ് കിട്ടിയിട്ട് അത് സരിൻ പോയി ഡൽഹിയിൽ നിന്നും അട്ടിമറിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് പരാജയപ്പെട്ടായിരുന്നു. സരിൻ കൃത്യമായി പാർട്ടിയിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയുമായിരുന്നു. ഇപ്പോൾ അനാഥനായി. ഇപ്പോൾ ഒരിടത്തുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലായി. അപ്പോൾ അവിടെ ഈ ഹരിഗോവിന്ദൻ ഈ ഒരു അധ്യാപക നേതാവൊക്കെ ആയിരുന്നു, റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് ഷൊർണൂരിൽ ഒരു സാധ്യത നമ്മൾ കൊടുക്കുന്നുണ്ട്. ഷൊർണൂരിൽ ഈ PK ശശിയുടെ ഒരു അപ്പർ ഹാൻഡും ഉണ്ട്, അവിടുത്തെ പഴയ MLA ഇല്ലേ, അതുകൊണ്ട് ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഹരിഗോവിന്ദൻ ഒരു സാധ്യത നമ്മൾ കാണുന്നു. പാലക്കാട് അടുത്ത ചിറ്റൂരിലും ഈ പറഞ്ഞ കണക്ക് ജനതാദള്. ഈ ജനതാദൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനതാദള് തന്നെ ഒന്നിലധികം ഉണ്ട്. അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് നമുക്കറിയില്ല. കേന്ദ്രത്തിൽ BJP-യോടൊപ്പവും കേരളത്തിൽ CPM-നോടൊപ്പവും ഇനി വേറെ എവിടെയെങ്കിലും കോൺഗ്രസിനോടൊപ്പമാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു നിലപാടുള്ള ഒരു പാർട്ടിയാണ് അവിടെ മത്സരിക്കുന്നത്. പഴയ MLA കോൺഗ്രസിന്റെ അച്യുതന്റെ മകൻ സുമേഷ് അച്യുതൻ OBC കോൺഗ്രസിന്റെ ഒക്കെ നേതാവായിട്ട് ഉള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്.
അവിടെയും ഒരു സാധ്യത ഉണ്ട്. 50-50 എന്ന് കണ്ടാൽ മതി. സുമേഷ് അച്യുതന് അവിടെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ മത്സരിച്ചു ചിറ്റൂരിലും. അടുത്ത പട്ടാമ്പി തീർത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ CPIയുടെ മുഹമ്മദ് മുഫസ്സിൽ CPIക്കകത്തൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിവാദ പുരുഷനൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്കൊരു സാധ്യത അദ്ദേഹത്തിന് LDFന്റെ സാധ്യതയായിട്ട് അവിടെ കാണാം. ആലത്തൂരിലേക്ക് വന്നാലോ? ആലത്തൂരിൽ വരുമ്പോഴത്തേക്ക് നിലവിലെ MLAയും UDFന്റെ KM ഫെബിനുമാണ്. അത്ര വലിയ പ്രതീക്ഷ UDF വെക്കുന്ന അല്ലെങ്കിൽ UDFന് വെക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമായിട്ട് കാണുന്നില്ല. ആലത്തൂരിന് LDFന്റെ ഒരു സാധ്യത നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കൊങ്ങാടിലേക്ക് പോവുകയാണെങ്കിൽ കൊങ്ങാടില് ഇത്തവണ അവിടെ പിന്നെ തുളസിയാണ് സ്ഥാനാർത്ഥി. ശ്രീകണ്ഠന്റെ ഭാര്യയാണ്. സംവരണ മണ്ഡലമാണ്. അവരും ഈ പറഞ്ഞ കണക്ക് മത്സരിച്ചു ഒരു ചെറിയ തോതിലൊക്കെയാണ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇത്തവണ ഒരു സഹതാപം കൂടി ഒക്കെ ഉണ്ടാകാവും. പാലക്കാട്ടെ മൊത്തത്തിലുള്ള CPMനകത്തുള്ള വിഷയങ്ങളും എല്ലാം കൂടി ചേർത്താൽ അവർക്കൊരു സാധ്യത നമ്മൾ കൊടുത്തേ പറ്റും. KA തുളസി. കൊങ്ങാട് നിങ്ങൾ UDFന് അനുകൂലമാണെന്നാണ് പറയുന്നത്. അനുകൂലമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സീറ്റാണ്, മണ്ഡലമാണ്. അടുത്ത ഷംസുദ്ദീന്റെ മണ്ണാർക്കാടാണ്, സിറ്റിംഗ് സീറ്റാണ്. അത് തീർച്ചയായിട്ടും ലീഗിന്റെ അദ്ദേഹം ജനകീയനായ ഒരു MLA ആണ്. നിലനിർത്താൻ കഴിയും. UDFന് അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത തരൂര് പൊളിറ്റിക്കലി UDFന്റെ മണ്ഡലമൊന്നും അല്ല, സംവരണ മണ്ഡലമാണ്. LDFന്റെ കോട്ടയാണത്. ശശി തരൂർ കോൺഗ്രസ് ആണെങ്കിലും തരൂർ എന്ന് പറയുന്ന പ്രദേശത്തെ കോൺഗ്രസ് ആയിട്ട് ആരും അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇത്തവണ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ മത്സരിക്കുന്നത് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായി റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. സർവീസിൽ നിന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ വിരമിച്ച തൊട്ടുടനെയാണ്. നല്ലൊരു മത്സരം അവിടെ നടക്കും. അവിടെ ഒരു അപ്പർ ഹാൻഡ് തീർച്ചയായിട്ടും അവിടെ LDFന് തന്നെയാണ്. അടുത്തത് തൃത്താലയാണ്. ഏറ്റവും വാശിയേറിയ ഒരുപക്ഷെ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മന്ത്രിയും പഴയ സ്പീക്കറും അതുപോലെ ഇപ്പുറത്താണെങ്കിലോ VT ബലറാം നിലപാടുകളുടെ അവിടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെയൊക്കെ വക്താവാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു സാധ്യത VT ബലറാമിന് നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ തവണ ചെറിയ മാർജിനിലെങ്കിലും ജയിക്കാനുള്ള സാധ്യത അവിടെ കിട്ടുന്നുണ്ട്. അടുത്ത നെന്മാറയിലേക്ക് പോവുകയാണ്. നെന്മാറ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്നു നിലവിലെ MLAക്കെതിരെയായിട്ട്. നെന്മാറ ഒരു സാധ്യത LDFന് വിട്ടുകൊടുക്കാം തീർച്ചയായിട്ടും. അടുത്ത മലമ്പുഴ സിറ്റിംഗ് MLAയും BS-ഉമായിട്ടുള്ള മത്സരമാണ്. പ്രഭാകരനും സുരേഷും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. VS അച്യുതാനന്ദനായിട്ടാണ് ഫൈറ്റ്. അതെ, അതായത് VS-നെ ആയിരിക്കും. സുരേഷ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആദ്യം VS-നെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാധ്യതകളൊക്കെ കൽപ്പിക്കാൻ കഴിയുമോ? VS-ന്റെ PA ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ജനങ്ങൾ സുരേഷ് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, അത് ഇപ്പം നമ്മള് വെറും ഒരു PA എന്നുള്ള നിലയിലല്ല, അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മകന് എന്നുള്ള നിലയിൽ പോലും ഉള്ള ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വന്നുകൂടായികയില്ല. അത് UDFന് അനുകൂലമാവും. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ VS അനുഭാവികളുടെ മാത്രം വോട്ട് കൊണ്ടെന്നല്ല, UDFന്റെ സ്ഥാനാർത്ഥിയല്ലേ, കോൺഗ്രസിന്റെ കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിക്കുകയല്ലേ എന്ന് മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാർക്ക് വേറൊരു ഗുണമുണ്ട്. സ്വന്തം പാർട്ടിയിൽ പണ്ടുതൊട്ടേ നിൽക്കുന്ന ഒരാള് വന്നാല് അവിടെ വിഭാഗീയത കൊണ്ട് അവനെ തോപ്പിക്കണമെന്ന് തോന്നും. പുറത്തുനിന്ന് ഒരാള് വന്ന് ജയിപ്പിക്കുമല്ലേ? പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിയുമ്പോ നമ്മുടെ കൂടെ പണ്ട് നിന്ന ആളല്ലല്ലോ, പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ, അവിടെ വിഭാഗീയത ഇല്ലാതാകും. ആ പ്ലസ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറെ പ്ലസ്സുകളുണ്ട്. ആ പ്ലസ്സുകളെല്ലാം കൂടെ ചേരുമ്പോൾ മലമ്പുഴയൊക്കെ ഭയങ്കര ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അവിടെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിസ്മയം, അട്ടിമറി എന്നൊക്കെ പറയുന്ന അങ്ങനെയും രാഷ്ട്രീയത്തിൽ പലപ്പോഴും സംഭവിക്കണമല്ലോ. അത് ഇത്തവണ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മലമ്പുഴയിൽ. UDFന്റെ സാധ്യത. പാലക്കാട് പറഞ്ഞാൽ നമുക്ക് പാലക്കാട് ജില്ലയെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം. പാലക്കാട് ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം. ശോഭാ സുരേന്ദ്രൻ BJP-യിൽ നിന്നും അതുപോലെ പിഷാരടി കോൺഗ്രസിൽ നിന്നും, അവിടെ അവർ തമ്മിൽ തന്നെയാണ് മത്സരം. അവിടുത്തെ ഒരു പ്രത്യേകത നോക്കുക, പാലക്കാട് CPMന് സ്ഥാനാർത്ഥിയില്ല. NMR റസാഖ് ബിരിയാണിക്കാരനെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുക. പിഷാരടിയെ നമ്മളുടെ തോമസ് ഐസക് കോമാളി എന്നാണ് വിളിച്ചത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു പദപ്രയോഗം. അതെ. ഇന്നസെന്റിനെയും മുകേഷിനെയും ഒക്കെ ഹാസ്യ കഥാപാത്രങ്ങളായിട്ടാണ് കേരളത്തിലെ ആളുകൾ കാണുന്നത്. അവരെ പാർലമെന്റിലും നിയമസഭയിലേക്കും ഒക്കെ മത്സരിപ്പിച്ച പാർട്ടി പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസിൽ ഒരേ ഒരു സിനിമാ നടൻ പരസ്യമായി ധൈര്യമായി ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു വന്ന ഒരു വ്യക്തി മത്സരിച്ചപ്പോൾ അസഹിഷ്ണുത കണ്ടോ? അതൊക്കെ വലിയ പ്രശ്നങ്ങളാകും. പോരെങ്കിൽ അവിടെ നമ്മളുടെ ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടു വഴിയടയിൽ. അതിനെ പരോക്ഷമായിട്ടെങ്കിലും കോൺഗ്രസിന് അനുകൂലമായ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളൂ. അത് ഇതാ, അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ BJP ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുപോയി. അത് അറിയാതെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. PR വർക്കാണെങ്കിൽ അത് പറയത്തില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് അറിയാതെ പറഞ്ഞുപോയി. ഇനി തിരുത്താനും ഒക്കില്ല. അതെ, മമ്മൂട്ടിയെ എടുക്കാൻ മാപ്പ് പറഞ്ഞത് കണക്ക് ഇനി ഇത് മാപ്പ് പറഞ്ഞ അതിനേക്കാൾ പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ട് പിഷാരടി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ നമ്മൾ പാലക്കാടിന്റെ ചിത്രം ഏകദേശം പൂർത്തിയാവുകയാണ്. ഒറ്റപ്പാലത്തും ഷൊർണൂറും ചിറ്റൂരും പട്ടാമ്പിയും ആലത്തൂരും കൊങ്ങാടും ഈ മണർകാടും തരൂരും തൃത്താലയും നെന്മാറയും മലമ്പുഴയും പാലക്കാടും അടങ്ങുന്ന പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 8 നിയോജക മണ്ഡലങ്ങളിൽ UDF അനുകൂലമാകുന്ന സാധ്യതയാണ് ഇപ്പോൾ സാദിഖ് സാർ പറഞ്ഞിരിക്കുന്നത്. 4 നിയോജക മണ്ഡലങ്ങളിൽ LDF അനുകൂല സാധ്യതകളും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒറ്റപ്പാലം അത് LDF ലഭിക്കാവുന്ന ഒരു മണ്ഡലമായിരിക്കും. ഷൊർണൂർ, ഇവിടെ ഇപ്പോൾ ഷൊർണൂരിന്റെയും ഒപ്പം തന്നെ ചിറ്റൂരിന്റെയും ഇടം, ഈ രണ്ടിടവും UDF പിടിക്കുമെന്നാണ് സാദിഖ് സാർ പറഞ്ഞത്. അതിനകത്ത് ഞാൻ ചിറ്റൂർ വിട്ടുകൊടുക്കും. എന്നാൽ ഷൊർണൂറിൽ ഒരു അപ്പർ ഹാൻഡ് LDF തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മറ്റൊന്ന് പട്ടാമ്പിയാണ്. പട്ടാമ്പിയും ആലത്തൂരും ഒക്കെ LDF സാധ്യതകൾ തന്നെയാണ്. അത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. കൊങ്ങാട് അത് UDF അനുകൂലമായിട്ടൊരു വിധിയെഴുത്തുണ്ടാകുമെന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. മണ്ണാർക്കാടും ഈ പറഞ്ഞ പോലെ IUML ബന്ധപ്പെട്ടതാണ്. ഒപ്പം തന്നെ അത് UDF ഒരു കോട്ടയാണ്, അല്ലെങ്കിൽ LDF സീറ്റ്, ലീഗിന്റെ സീറ്റാണ്. അതുകൊണ്ട് അവിടെ UDF സാധ്യതകൾ തന്നെയാണ്. മറ്റൊന്ന് ഈ ഇപ്പോൾ ചിറ്റൂരും പട്ടാമ്പിയും ആലത്തൂർ ഇതുപോലെ തന്നെ LDF സാധ്യതയുള്ളതാണ്. മറ്റൊന്ന് കൊങ്ങാട് അത് UDF മണ്ണാർക്കാട് UDF തരൂര് അത് LDF സീറ്റാണ്. തൃത്താല അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ BT ബൽറാമായിട്ടുള്ളൊരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ അപ്പർ ഹാൻഡ് ഇപ്പോൾ, കാരണം ഈ ആന്റി ഇൻകംബൻസി ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ ചിലപ്പോൾ ഒരു സാധ്യത തൃത്താലയിൽ BT ബൽറാമൻ ഉണ്ടായേക്കാം. അത് UDF അനുകൂലമാകാം. നെന്മാറയൊക്കെ LDF മണ്ഡലങ്ങളാണ്. മലമ്പുഴയും താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ UDF അനുകൂലമാക്കുമ്പോഴും ഞാൻ അതിനെ LDF തന്നെയാണ് നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പാലക്കാട് വളരെ ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ചിത്രത്തിലില്ലാത്തത് LDF, എന്നാൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ്. അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രന്റെ പല ഓഡിയോകളും പുറത്തു വന്ന സാഹചര്യത്തിൽ മാത്രമല്ല ആ BJPക്കുള്ളിൽ ഒരു അടിയൊഴുക്കുണ്ട്. BJPക്കുള്ളിലുള്ളവർ തന്നെ, അവിടുത്തെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് തന്നെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനായിട്ടൊന്നും മാത്രമല്ല രസത്തിലല്ല. പിന്നെ അവിടുത്തെ കൃഷ്ണകുമാർ വിഭാഗമൊക്കെ പലപ്പോഴും ഈ BJPയുടെ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പഴയ ABVP-ക്കാർ അവരൊക്കെ ഇന്നത്തെ മഹിളാ BJP അവരുടെ ആ പാർട്ടിയുമായിട്ട് BJPയുമായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ ആ മഹിളാ മോർച്ചക്കാരടക്കമുള്ളവർ ഇവർക്കെതിരാണ്, ശോഭാ സുരേന്ദ്രനെതിരാണ്. അങ്ങനെയുള്ളൊരു വിഭാഗം ഉള്ളത് കൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഈ തുഷാരടിയുടെ സാധ്യത മത്സരിക്കാത്ത ഒരേ ഒരു തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും. അതെ അല്ലേ? അതെ, കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ലല്ലോ. അവിടെ മത്സരിക്കുന്നില്ല, ഈ പാലക്കാട് മത്സരിക്കുന്നില്ല. പകരം അയാൾ മലമ്പുഴയിലാണ് അങ്ങോട്ട് മത്സരിക്കുന്നത്. പാലക്കാട് മത്സരിക്കാത്ത ഒരേ ഒരു തെരഞ്ഞെടുപ്പ് അല്ല, പാലക്കാട് മത്സരിപ്പിക്കാതിരിക്കുന്നത് ഈ ശോഭാ സുരേന്ദ്രനായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൃഷ്ണകുമാറിനകത്ത് ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട്. അപ്പൊ ഇത് ഈ പാലക്കാട് UDF അനുകൂലമാകുന്ന ഒരു ചെറിയ മാർജിൻ അവിടെ ഉണ്ട്. പക്ഷെ അത് 18,000 സീറ്റിലോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ 50,000-ലേക്ക് എത്തുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ ഇപ്പോ ഞാൻ പറഞ്ഞനുസരിച്ച് ഒറ്റപ്പാലവും ഷൊർണൂരും പട്ടാമ്പിയും ആലത്തൂരും തരൂരും നെന്മാറയും മലമ്പുഴയും ഇങ്ങനെ ഏകദേശം 4, 3, 7 സീറ്റുകൾ LDF അനുകൂലമാകും. ബാക്കിയുള്ള 6 സീറ്റുകളിൽ 5 സീറ്റുകളിൽ UDF അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം പാലക്കാട് ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തലുകൾ. എന്തായാലും നമ്മൾ പലപ്പോഴും പറയുന്നത് ഇതൊരു നമ്മുടെ തമ്മിലുള്ള ഒരു പോളിറ്റിക്സ് ആണ്, നമ്മൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണ്. ഇതിനകത്തുള്ള സാധ്യതകൾ പലതരത്തിലാണ്. ഒറ്റപ്പാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലക്കാട് എന്ന് പറയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വോട്ടായിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ പണ്ട് അതിനു മുൻപ് കോൺഗ്രസിനെ പലപ്പോഴും വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഇടമാണ്
നമ്മുടെ ഒറ്റപ്പാലത്തൊക്കെ നിന്ന് പാർലമെന്റിലെ പാർലമെന്റിലൊക്കെ വിജയരാഘവൻ അതെ വിജയ തുടർച്ചയായി ഈ 3 തവണ അതെ അദ്ദേഹം ഉണ്ടായിരുന്നു. പഴയ നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണൻ മത്സരിച്ച ഒറ്റപ്പാലം. ഒറ്റപ്പാലം, ഇങ്ങനെയൊക്കെ വളരെ പ്രസിദ്ധമായ കോൺഗ്രസിന്റെ പല ഞാൻ നേതാക്കൾ. വിജയരാഘവൻ മറ്റേ ഇതാണ് VS വിജയരാഘവൻ, VS വിജയരാഘവൻ, അതെ കോൺഗ്രസിന്റെ വിജയരാഘവൻ. വിജയരാഘവൻ അദ്ദേഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവിനെ അല്ല പറഞ്ഞത്, അതെ, എനിക്ക് അതെ. മനസ്സിലായി. എന്തായാലും പാലക്കാട് പിന്നെ ഈ നിയോജകമണ്ഡലത്തിൽ പാലക്കാട്ട് ഭൂരിപക്ഷം കൂടാനുള്ള സാധ്യത ഞാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വരി പറയാം. ആ. അതായത് BJPയും കോൺഗ്രസുമായിട്ടാണ് മത്സരം. ആ. അപ്പൊ ഈ റസാഖിന് വോട്ട് ചെയ്ത് വെറുതെ ശോഭ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് LDFന്റെ നല്ലൊരു ശതമാനം ആൾക്കാർ പോരെങ്കിൽ പാർട്ടി ചിഹ്നവുമല്ല, പാർട്ടി കൈപ്പത്തിക്ക് ചിഹ്നം ഉള്ളപ്പോൾ വോട്ട് ചെയ്യും. മാറി അതുകൊണ്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. സാധ്യത. എന്തായാലും അങ്ങനെയാണ് ശരി. ഭൂരിപക്ഷം കയറുന്നത്. തീർച്ചയായിട്ടും എന്തായാലും 7-5 എന്നുള്ള ഒരു LDFന് 5 സീറ്റുകൾ UDF, അതാണ് അല്ല അതെ 7-5 അതെ 7-5 Upper hand LDF LDF. അതെ അപ്പർ ഹാൻഡ്. അപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞു വെക്കുന്ന 8 സീറ്റുകൾ UDFനാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ 7 സീറ്റുകൾ LDFനാണ് പറഞ്ഞു വെക്കുന്നത്. 5 സീറ്റുകൾ മാത്രമാണ് UDFന് പറയുന്നത്. താങ്കൾ 8 സീറ്റുകൾ UDFനും 4 സീറ്റുകൾ LDFനും പറയുന്നു. എന്തായാലും കാണാം ഈ മെയ് 4-ന് ഇതിന്റെ റിസൾട്ട്. നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോകാം.